Good morning, students. ജാവയ്ക്കകത്തെ സിലബസിനകത്തെ നെക്സ്റ്റ് ടോപ്പിക്കാണ് കൺസ്ട്രക്ടേഴ്സ് ആൻഡ് കൺസ്ട്രക്ടർ ഓവർലോഡിങ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് ബേസിക് ആയിട്ട് ക്ലാസ് എന്താണ്, മെത്തേഡ് എന്താണ്, മെത്തേഡ് ഓവർലോഡിങ്, അതുപോലെ തന്നെ ക്ലാസ്സിനകത്തെ ഫീൽഡ് ഡിക്ലറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നതാണ് കൺസ്ട്രക്ടേഴ്സ്. അപ്പൊ നിങ്ങൾ CPP-ക്കകത്തൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് കൺസ്ട്രക്ടർ എന്താണെന്നുള്ള കാര്യം. എന്താ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ? ക്ലാസിന്റെ സെയിം നെയിമിലുള്ള മെത്തേഡ് ആണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഇൻ ജാവ എ കൺസ്ട്രക്ടർ ഈസ് എ ബ്ലോക്ക് ഓഫ് കോഡ്സ് സിമിലർ ടു ദ മെത്തേഡ്. ഇറ്റ് ഈസ് കോൾഡ് വെൻ ആൻ ഇൻസ്റ്റൻസ് ഓഫ് ദ ക്ലാസ് ഈസ് ക്രിയേറ്റഡ്. അറ്റ് ദ ടൈം ഓഫ് കോളിംഗ് കൺസ്ട്രക്ടർ, memory for the object is allocated in the memory. It is a special type of method which is used to initialize the object. Every time an object is created using the new keyword, at least one constructor is called. അപ്പോൾ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെത്തേഡ് തന്നെയാണ്. എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ എഴുതുന്ന കുറേയധികം സെറ്റ് ഓഫ് കോഡ്സ് തന്നെയാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഇനി അതിനുള്ള സ്പെഷ്യാലിറ്റി എന്താണ്? ക്ലാസിന്റെ നെയിം എന്താണോ അതേ നെയിമിൽ തന്നെയായിരിക്കും കൺസ്ട്രക്ടറിന്റെ നെയിം എന്നും പറയുന്നത്. അപ്പൊ ക്ലാസിന്റെ അതേ നെയിമിലുള്ള മെത്തേഡിനെ പറയുന്ന പേരാണ് കൺസ്ട്രക്ടർ. ഇനി മറ്റൊരു പ്രത്യേകത എന്താണ്? നമ്മൾ ജാവയ്ക്കകത്ത് ക്ലാസ്സുകളെയൊക്കെ ഇനിഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ക്ലാസ്സിനകത്തെ മെമ്പേഴ്സിനെയൊക്കെ നമ്മൾ ആക്സസ് ചെയ്യുന്ന ആര് വഴിയാണ്? ഒബ്ജക്റ്റ് വഴിയാണ് അല്ലേ? അപ്പൊ ന്യൂ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യമൊക്കെ പഠിച്ചായിരുന്നു. അപ്പൊ കൺസ്ട്രക്ടറിന്റെ പ്രത്യേകത എന്താണ്? ഓരോ ക്ലാസ്സിനും വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് കൺസ്ട്രക്ടർ ഇൻവോക്ക് ആവുന്നു, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ കൺസ്ട്രക്ടർ കോൾ ആവുന്നു. പിന്നെ നമ്മൾ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് കൺസ്ട്രക്ടറിന്റെ നെയിം യൂസ് ചെയ്ത് അങ്ങനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്യേണ്ട കാര്യം വരുന്നുണ്ടോ? ഇല്ല. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കൺസ്ട്രക്ടറും കൂടെ ഇൻവോക്ക് ആവുന്നു. അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അല്ലാതെ മെത്തേഡ് നമ്മൾ കോൾ ചെയ്യുന്ന പോലെ ഒബ്ജക്റ്റ് കൂട്ടി നമ്മൾ വിളിക്കേണ്ട കാര്യം അവിടെ ഇല്ല. അപ്പൊ ഇത്രയുമാണ് ബേസിക് ആയിട്ട് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ടറിന് വരുന്ന സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ജാവയ്ക്കകത്ത് മെയിൻ ആയിട്ട് 2 ടൈപ്സ് ഓഫ് കൺസ്ട്രക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഡിഫോൾട്ട് കൺസ്ട്രക്ടറും രണ്ടാമത്തത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറും. ഇനി ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് നോ ആർഗ്യുമെന്റ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റൂൾസ് ഫോർ ക്രിയേറ്റിംഗ് ജാവ കൺസ്ട്രക്ടർ. അപ്പൊ ജാവയ്ക്കകത്തെ കൺസ്ട്രക്ടറിന് വരുന്ന കുറച്ച് സ്പെഷ്യാലിറ്റീസ് പോയിന്റ്സ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ്, കൺസ്ട്രക്ടർ നെയിം മസ്റ്റ് ബി ദ സെയിം ആസ് ഇറ്റ്സ് ക്ലാസ് നെയിം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു, ക്ലാസിന്റെ നെയിമിലുള്ള മെത്തേഡ് ആണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, എ കൺസ്ട്രക്ടർ മസ്റ്റ് ഹാവ് നോ എക്സ്പ്ലിസിറ്റ് റിട്ടേൺ ടൈപ്പ്. നമുക്കറിയാം മെത്തേഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മെത്തേഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മെത്തേഡിന്റെ ആർഗ്യുമെന്റിനെ റിസീവ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ വാല്യൂസിനെ റിട്ടേൺ ചെയ്യാനും പറ്റും. പക്ഷെ കൺസ്ട്രക്ടറിനുള്ള പ്രത്യേകത എന്താണ്? വാല്യൂസ് ഒന്നും റിട്ടേൺ ചെയ്യത്തില്ല. ആ കാര്യം ഓർത്തു വെക്കുക. മൂന്നാമത്തെ പോയിന്റ്, എ ജാവ കൺസ്ട്രക്ടർ കനോട്ട് ബി അബ്സ്ട്രാക്ട്, സ്റ്റാറ്റിക്, ഫൈനൽ ആൻഡ് സിങ്ക്രണൈസ്ഡ്. അപ്പൊ ഈ കീവേഡുകളോട് കൂടി ഒന്നും നമുക്ക് ജാവയ്ക്കകത്ത് കൺസ്ട്രക്ടർ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അബ്സ്ട്രാക്ട് ആവാനായിട്ട് പാടില്ല, സ്റ്റാറ്റിക് ആവാൻ പാടില്ല, ഫൈനൽ ആവാൻ പാടില്ല, സിങ്ക്രണൈസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടെ ഓർത്തു വെക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടൈപ്സ് ഓഫ് ജാവ കൺസ്ട്രക്ടേഴ്സ് ആണ്. നമ്മൾ പറഞ്ഞു 2 ടൈപ്സ് ഉണ്ട്, ഡിഫോൾട്ട് കൺസ്ട്രക്ടറും അതുപോലെ തന്നെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറും. ആദ്യമേ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആണ്. ആ പേരിനകത്ത് തന്നെ ഉണ്ട്, അല്ലെങ്കിൽ നോ ആർഗ്യുമെന്റ് കൺസ്ട്രക്ടർ എന്ന് പറയുന്ന ആ പേരിനകത്ത് തന്നെ ഉണ്ട്. എന്താണ്? ആർഗ്യുമെന്റ്സുകളെ ഒന്നും റിസീവ് ചെയ്യാത്ത അല്ലെങ്കിൽ പാസ് ചെയ്യാത്ത കൺസ്ട്രക്ടറിന് പറയുന്ന പേരാണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മെത്തേഡ് ഒക്കെ ഡിക്ലെയർ ചെയ്താലും ആ മെത്തേഡ് പാരാമീറ്ററിനെ റിസീവ് ചെയ്യണമെന്ന് അല്ലെങ്കിൽ പാസ് ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലേ? അതുപോലെ തന്നെയാണ് കൺസ്ട്രക്ടറിനകത്തും ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യാത്ത കൺസ്ട്രക്ടറിന് പറയുന്ന പേരാണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ അല്ലെങ്കിൽ നോ ആർഗ്യുമെന്റ് കൺസ്ട്രക്ടർ. A constructor is called default constructor when it does not have any parameter. Parameter ഒന്നും ഇല്ലാത്ത കൺസ്ട്രക്ടറിന് പറയുന്ന പേരാണ് എന്ത്? ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. അതിന്റെ ഒരു സിന്റാക്സ് ആണ് തന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ക്ലാസിന്റെ നെയിം തന്നെയുള്ള മെത്തേഡ് ആണ്
കൺസ്ട്രക്ടർ എന്ന്. അപ്പൊ ക്ലാസിന്റെ നെയിം കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ടറിന്റെ നെയിം കൊടുക്കുക, ആർഗ്യുമെന്റ് ലിസ്റ്റ് കൊടുക്കുക. ആർഗ്യുമെന്റിനകത്തൊന്നും ഇല്ലല്ലോ, അപ്പൊ എംപ്റ്റി ലിസ്റ്റ് കൊടുത്തു. അതിനുശേഷം ഓപ്പണിംഗ് ബ്രേസും ക്ലോസിംഗ് ബ്രേസും, ആ ബ്രേസിനകത്താണ് ആവശ്യമായിട്ട് വരുന്ന കോഡുകൾ കൊടുക്കുന്നത്. ഇനി എക്സാമ്പിൾ നോക്കുക. ഇവിടെ നമ്മൾ ക്ലാസ്സിന് കൊടുത്തിരിക്കുന്ന പേര് ബൈക്ക് 1 എന്നാണ്. അപ്പൊ നമ്മുടെ കൺസ്ട്രക്ടറിനും ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന പേര് ഏതാണ്? ബൈക്ക് 1 തന്നെ ആയിരിക്കണം. അപ്പൊ നിങ്ങൾ ഇതിനു മുമ്പ് പാക്കേജുകളൊക്കെ ഇമ്പോർട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം കേട്ടോ. ഇമ്പോർട്ട് java.io എന്ന് പറയുന്ന പാക്കേജ് ഒക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് വേണം ഈ പ്രോഗ്രാം ബുക്കിലോട്ട് എഴുതാനായിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ ക്ലാസ് തൊട്ടാണ് തുടങ്ങിയിരിക്കുന്നതെന്ന് മാത്രം. അപ്പൊ ആദ്യമേ നമ്മൾ ക്ലാസ്സിനെ ഇനിഷ്യലൈസ് ചെയ്തു, ക്ലാസ് ഡിക്ലെയർ ചെയ്തു. ക്ലാസിന്റെ നെയിം എന്താണ്? ബൈക്ക് 1 എന്നാണ് ക്ലാസിന്റെ നെയിം കൊടുത്തിരിക്കുന്നത്. നമ്മൾ അവിടെ വേറെ വേരിയബിൾസ് ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യമേ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് എന്താണ്? ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നോക്കിയേ, ആർഗ്യുമെന്റ് ലിസ്റ്റ് നോക്കിയേ എംപ്റ്റി ആണ്. ഇനി അതിന്റെ ബ്രേസ് അല്ലെങ്കിൽ ബ്ലോക്ക് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുക. എന്താ കൊടുത്തിരിക്കുന്നത്? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽനകത്ത് ബൈക്ക് ഈസ് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞൊരു സെന്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതൊക്കെ എന്തിനു വേണ്ടിയാന്നുള്ള കാര്യം നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് കേട്ടോ. അതുകൊണ്ട് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു പോകാത്തെ. അപ്പൊ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽനകത്ത് കൊടുത്താലുള്ള പ്രത്യേകത എന്താ? നമ്മുടെ സ്ക്രീനിനകത്ത് എന്തെങ്കിലും പ്രിന്റ് ചെയ്ത് വരണമെങ്കിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഡബിൾ കോട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്ന സെന്റൻസ് എന്താണോ അത് അതേപടി നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. നമ്മളിവിടെ ആ സ്റ്റേറ്റ്മെന്റ് ക്ലോസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ആ കൺസ്ട്രക്ടറും ക്ലോസ് ചെയ്തു. ഇനി അതിനുശേഷം നമ്മൾ ഈ ക്ലാസ്സിനകത്ത് തന്നെയാണ് നമ്മുടെ മെയിൻ മെത്തേഡ് കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു ക്ലാസ്സിനകത്ത് തന്നെ വേണം മെയിൻ മെത്തേഡ് കൊടുക്കാനെന്ന്. അപ്പൊ ആ ക്ലാസ്സിനകത്ത് തന്നെ നമ്മൾ മെയിൻ മെത്തേഡിനെ നമ്മൾ കൊടുത്തു. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, അതിന്റെ ആർഗ്യുമെന്റ് നമ്മൾ കൊടുത്തു. ഇനി മെയിൻ മെത്തേഡിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റുകളെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒബ്ജക്റ്റുകൾ യൂസ് ചെയ്തിട്ട് മെത്തേഡുകളെയൊക്കെ ഇൻവോക്ക് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പൊ എങ്ങനെയാ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്? ക്ലാസിന്റെ നെയിം സ്പേസ് ഒബ്ജക്റ്റിന്റെ നെയിം ഈക്വൽ ടു ന്യൂ എന്ന് പറയുന്ന കീവേഡ്, അതുപോലെ തന്നെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. അപ്പൊ ഇവിടെ നോക്കിയേ, ബി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റിന്റെ നെയിം. അപ്പൊ ഈ ബൈക്ക് 1 എന്ന് പറയുന്ന ക്ലാസ്സിന് ഈ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ബൈക്ക് 1 എന്ന് പറയുന്ന കൺസ്ട്രക്ടറും കൂടെ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻവോക്ക് ആവുന്നു. നമ്മൾ ഇനി വേറെ ഒബ്ജക്റ്റ് വെച്ച് ഇൻവോക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻവോക്ക് ആകുന്നു. അതിന്റെ ബോഡി അവിടെ എക്സിക്യൂട്ട് ചെയ്തിരിക്കും. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും കിട്ടുന്നത്? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയം തന്നെ ഈ കൺസ്ട്രക്ടർ ഇൻവോക്ക് ആകുന്നു. ആ ബോഡിക്കകത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ എന്താണോ അതായിരിക്കും വർക്ക് ആവുന്നത്. അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്ന ബൈക്ക് ഈസ് ക്രിയേറ്റഡ് എന്നായിരുന്നു. അപ്പൊ അത് പ്രിന്റ് ആയിട്ട് വന്നു. ഇതാണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി താഴെ ഒരു നോട്ട് പോലെ കൊടുത്തിരിക്കുന്നത് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ? നമ്മൾ എന്തിനു വേണ്ടി ഡിഫോൾട്ട് കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഒബ്ജക്റ്റിന് 0 അല്ലെങ്കിൽ നൾ എന്നൊക്കെ പറയുന്ന വാല്യൂസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത കാറ്റഗറിയാണ്, രണ്ടാമത്തെ കാറ്റഗറിയാണ് ഏത്? ജാവ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. അപ്പൊ ആ പേരിനകത്ത് തന്നെ ഉണ്ട് എന്താണ്? പാരാമീറ്ററിനെ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ പാരാമീറ്റർ ഉള്ള കൺസ്ട്രക്ടർ എന്ന് പറയുന്ന പേരാണ് പാരാമീറ്ററൈസ്ഡ് constructor. A constructor which has a specific number of parameters is called a parameterized constructor. എന്തിനു വേണ്ടി നമ്മൾ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഒബ്ജക്റ്റുകൾക്കും ഓരോരോ ഡിഫറെന്റ് വാല്യൂസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിന്റെ എക്സാമ്പിൾ ആണ്, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിന്റെ എക്സാമ്പിൾ. ഓക്കെ, ഇവിടെയും ഇമ്പോർട്ട് പാക്കേജ് കൊടുക്കണം കേട്ടോ. ഇമ്പോർട്ട് java.io എന്ന് പറയുന്ന പാക്കേജ് കൊടുക്കണം. ആ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ക്ലാസ്സുകളെല്ലാം ഡിക്ലെയർ ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന യൂസർ ഡിഫൈൻ ചെയ്യുന്ന ക്ലാസിന്റെ നെയിം ആണ് ഏത്? സ്റ്റുഡന്റ് 4 എന്ന് പറയുന്നത്. ക്ലാസ് ഡിക്ലെയർ ചെയ്തു. ക്ലാസ്സിനകത്ത് നമ്മൾ ഇവിടെ 2 വേരിയബിൾസ് ആണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റൻസ് വേരിയബിൾസ് 2 എണ്ണമാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഐഡിയും നെയിമും. ഐഡിയുടെ ടൈപ്പ് ഏതാണ്? ഇന്റിജർ ആണ്. നെയിമിന്റെ ടൈപ്പ് സ്ട്രിംഗ് ആണ്. സ്ട്രിംഗ് എന്ന് പറയുന്നത് ജാവയ്ക്കകത്തൊരു ഡേറ്റ ടൈപ്പ് കൂടെയാണ്. ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം എന്താ ചെയ്തിരിക്കുന്നത്? നമ്മളെ ക്ലാസിന്റെ നെയിമിലുള്ള നമ്മുടെ കൺസ്ട്രക്ടർ കൊടുത്തിരിക്കുകയാണ്. പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ആർഗ്യുമെന്റ് ലിസ്റ്റിനകത്ത് എന്തുണ്ടാവണം? പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ഉണ്ടാവണം.
അപ്പൊ ഈ ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് 2 ആർഗ്യുമെന്റ്സ് ആണ്, ഇന്റ് ഐയും അതുപോലെ തന്നെ സ്ട്രിങ് എന്നും. ആർഗ്യുമെന്റ് നമുക്ക് ഇൻസ്റ്റൻസ് വേരിയബിൾസിന്റെ അതേ പേര് തന്നെ കൊടുക്കണമെന്നൊന്നും നിർബന്ധമില്ല, ടൈപ്പ് സെയിം ആയാൽ മതി കേട്ടോ. ഇനി നമ്മൾ ആർഗ്യുമെന്റ് കൊടുത്തു, അതിന്റെ ബ്ലോക്കിനകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഐ ഡി എന്ന് പറയുന്ന ഇൻസ്റ്റൻസ് വേരിയബിളിന് നമ്മൾ ഈ ആർഗ്യുമെന്റ് നമ്മൾ ഐ എന്ന് പറയുന്ന ഒന്നാമത്തെ ആർഗ്യുമെന്റ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി നെയിം എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ ഇൻസ്റ്റൻസ് വേരിയബിളിന് നമ്മൾ എന്ത് അസൈൻ ചെയ്ത് കൊടുത്തു? നമ്മുടെ രണ്ടാമത്തെ ആർഗ്യുമെന്റ് ആയ n എന്നുള്ളത് അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പൊ ഇവിടെ ഈ കൺസ്ട്രക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ പാസ് ചെയ്ത് വരുന്ന ആർഗ്യുമെന്റിന്റെ വാല്യൂ ഐയുടെ വാല്യൂ ഐഡിക്ക് കിട്ടും, എന്നിന്റെ വാല്യൂ നെയിമിനും കിട്ടും. അങ്ങനെയാണ് ഇവിടുത്തെ വർക്കിംഗ് നടക്കുന്നത്. ഇനി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ആ കൺസ്ട്രക്ടർ ക്ലോസ് ചെയ്തു, നമ്മൾ അത് കഴിഞ്ഞ് യൂസ് ചെയ്തിരിക്കുന്ന സാധാ ഒരു മെത്തേഡ് ആണ്. ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു മെത്തേഡ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ടൈപ്പ് ഏതാ? റിട്ടേൺ ടൈപ്പ് ഏതാണ്? വോയിഡ് ആണ് റിട്ടേൺ ടൈപ്പ് കൊടുത്തിരിക്കുന്നത്. അത് വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ഇനി നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? ആർഗ്യുമെന്റുകളും ഒന്നുമില്ല. അതിന്റെ ബോഡിക്കകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ, അതായത് ജസ്റ്റ് ഒരു ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ജാവയ്ക്കകത്ത് നമ്മുടെ വേരിയബിൾസിന്റെ വാല്യൂ അതേപടി ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫീൽഡിന്റെ പേരെന്താണോ അത് അതേപടി കൊടുത്താൽ മതി. അപ്പൊ ഐഡിയുടെ വാല്യൂ ആണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ ഐ ഡി എന്ന് ജസ്റ്റ് കൊടുക്കുക, നെയിമിന്റെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ നെയിം കൊടുക്കുക. അപ്പൊ പിന്നെ എന്തിനാണ് പ്ലസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഇതിനെ കോൺകാറ്റിനേറ്റ് ചെയ്ത് ഒരൊറ്റ സ്ട്രിംഗ് ആയിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്ലസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഐ ഡിയുടെ വാല്യൂ പ്രിന്റ് ചെയ്യണം, അതോടൊപ്പം തന്നെ ഡബിൾ കോട്ട് കൊടുത്തിരിക്കുന്നത് എന്തിനാ? അവിടെ ഇടയ്ക്ക് ഒരു സ്പേസ് വരാൻ വേണ്ടിയാണ് ഡബിൾ കോട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഐ ഡിയുടെ വാല്യൂ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് സ്പേസ് വരണം, അത് കഴിഞ്ഞിട്ട് നെയിമിന്റെ വാല്യൂ കൂടെ പ്രിന്റ് ആയിട്ട് വരണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ആ മെത്തേഡ് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് എന്താണ് കൊടുത്തിരിക്കുന്നത്? നമ്മുടെ മെയിൻ മെത്തേഡ് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. മെയിൻ മെത്തേഡ് കൊടുത്തു. മെയിൻ മെത്തേഡിനകത്താണ് നമ്മൾ ഒബ്ജക്റ്റുകളെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ 2 ഒബ്ജക്റ്റുകളാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, S1 എന്നും S2 എന്നും. അതുപോലെ തന്നെ 2 ഡിഫറെന്റ് ആർഗ്യുമെന്റ്സ് ആണ് നമ്മൾ പാസ് ചെയ്തിരിക്കുന്നത്. S1 ആയിട്ട് വരുന്ന ഒബ്ജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ആർഗ്യുമെന്റ് വാല്യൂസ് ആണ് 111 അതുപോലെ തന്നെ കരൺ എന്ന് പറയുന്ന പേരും. S2 എന്ന് പറയുന്ന ഒബ്ജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന പേരാണ് ഏത്? 222 എന്ന് പറയുന്ന ഒരു നമ്പറോ അതുപോലെ തന്നെ ആര്യൻ എന്ന് പറയുന്ന പേരും. അപ്പൊ ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഏതാണ്? S1 ആണ്. അപ്പൊ S1 ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ S1 ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആര് ഇൻവോക്ക് ആകുന്നു? നമ്മുടെ സ്റ്റുഡന്റ് 4 എന്ന് പറയുന്ന കൺസ്ട്രക്ടർ, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഇൻവോക്ക് ആകുന്നു. 111 എന്ന് പറയുന്ന വാല്യൂ ആർക്ക് കിട്ടുന്നു? ഇന്റ് ഐക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ കരൺ എന്ന് പറയുന്ന നെയിമിന്റെ വാല്യൂ സ്ട്രിങ്ങിനും കിട്ടുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ ഒബ്ജക്റ്റ് ആയിട്ടുള്ള S2 നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? 222 എന്ന് പറയുന്ന വാല്യൂ ഐക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ ആര്യൻ എന്ന് പറയുന്ന നെയിമിന്റെ വാല്യൂ സ്ട്രിങ്ങിന് കിട്ടുന്നു. ഇനി നമ്മൾ ഡിസ്പ്ലേ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒബ്ജക്റ്റ് ഏതാണോ ആ ഒബ്ജക്റ്റിന്റെ പേരിലുള്ള വാല്യൂ ആയിരിക്കും പ്രിന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ S1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് പാസ് ചെയ്തു പോകുന്ന വാല്യൂ ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. ഇനി S2 ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന വാല്യൂ ആർഗ്യുമെന്റുകൾ ഏതാണോ അതായിരിക്കും ഡിസ്പ്ലേ എന്ന് പറയുന്ന മെത്തേഡിനകത്തൂടെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പൊ ഔട്ട്പുട്ട് നോക്കിയാൽ എന്താ തന്നിരിക്കുന്നത് എന്നുള്ള കാര്യം, ഒന്നാമത് S1 ആയിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്തപ്പോൾ ആ S1-നകത്ത് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആർഗ്യുമെന്റ്സ് ഏതാണോ അല്ലെങ്കിൽ പാസ് ചെയ്യുന്ന ആർഗ്യുമെന്റ് ഏതാണോ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. S2 വെച്ച് നമ്മൾ കോൾ ചെയ്തപ്പോൾ അതായത് ഒബ്ജക്റ്റ് ഡോട്ട് മെത്തേഡ് നെയിം വെച്ച് കോൾ ചെയ്തപ്പോൾ S2-മായിട്ട് നമ്മൾ പാസ് ചെയ്ത വാല്യൂ അല്ലെങ്കിൽ S2-ന്റെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറുമായിട്ട് നമ്മൾ പാസ് ചെയ്ത വാല്യൂ ഏതാണോ അതാണ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ജാവയ്ക്കകത്ത് 2 ടൈപ്സ് ഓഫ് കൺസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്നത്.